Everything okay? Ukraine? യുദ്ധം മുറുകുന്ന യുക്രൈനിൽ ദുരിതം അനുഭവിച്ച മലയാളി സമൂഹം ഇന്ത്യൻ എംബസിയുടെ ക്യാമ്പുകളിൽ എത്താൻ കഴിയാത്തത് അപകടഭീതി കൂട്ടുന്നു. നിങ്ങൾ ചിന്തിച്ചേക്കാം ഞാൻ എന്തിനാണ് യുക്രൈനിലോട്ട് ഈയൊരു യുദ്ധ സമയത്ത് പോകുന്നതെന്ന്. എൻ്റെ യാത്രാ ലക്ഷ്യം മറ്റൊന്നുമല്ല, സമാധാനത്തിനായി കാത്തിരിക്കുന്ന 35 ദശലക്ഷം ആളുകളുടെ കഥകൾ കേൾക്കുക എന്നൊരു ദൗത്യം മാത്രമാണ്. അങ്ങനെ ഞാൻ ഓസ്ട്രിയയിൽ നിന്ന് യുക്രൈനിലേക്ക് ബസ് എടുത്ത് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. രാവിലെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ഹംഗറിയിൽ നിന്ന് യുക്രൈനിലോട്ട് ഫ്ലെക്സ് ബസ്സിലിരുന്ന് ഞാൻ ബോർഡർ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഇമിഗ്രേഷനാണ്, ബസ്സിൻ്റെ അകത്ത് തന്നെ ഇരിക്കണം. Give printed visa. When you received it on your email, you had to print it and give for us your passport and your visa. Not in your phone, not the PDF. Yes? Okay. It should be printed. The major will give you. അവസാനം യുക്രൈനിൽ കയറ്റിയില്ല. ഞാനിവിടെ ബോർഡറിൽ പെട്ട് നിൽക്കുവാണ്. ഞാൻ നമ്മുടെ ഇലക്ട്രോണിക് വിസ ഓൺലൈനിലത് പ്രിൻ്റ് എടുത്തുകൊണ്ട് വരാത്തതുകൊണ്ടാണ് കേട്ടോ അവരെന്നെ പിടിച്ച് വെളുപ്പാങ്കാലത്ത് ഈ കൊടും തണുപ്പത്ത് ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തണുത്ത് വിറച്ചു. ഞാൻ തുണി മാറാൻ വേണ്ടി വാഷ്റൂമിലോട്ട് പോവാ. കാരണം ഫുള്ള് തണുപ്പാ, തെർമലൊക്കെ ഇറണം. I'm changing my clothes, it's so cold. ക്ലൈമറ്റ് ഇവിടുത്തെ ഒരു രക്ഷയില്ല. 7-8 years now. 7-8 years ago. Yeah. 7-8 років давно з України. Мама висока. Everything okay? Ukraine? അങ്ങനെ ഫൈനലി എന്നെ യുക്രൈനിലോട്ട് കയറ്റി വിട്ടു. എൻ്റെ അടുത്ത് വിസ പ്രിൻ്റ് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർ കുറേ ചൊറയൊക്കെ ആക്കി എന്തൊക്കെയാക്കി എന്നെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അവസാനം കുറേ കഴിഞ്ഞ് പിന്നെ ബ്ലോഗറാണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സ്ത്രീ ഓഫീസർ ഉണ്ടായിരുന്നു, അവിടെ ഭയങ്കര കാര്യമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ചൊറ സ്വഭാവമായിരുന്നു. ഇവിടെ ബ്ലോഗർ എന്ന് പറയുമ്പോൾ ഇവർ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഫോളോവേഴ്സ് എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അങ്ങനെ അവസാനം ഞാൻ നമ്മുടെ യുക്രൈനിലെത്തിയിരിക്കുകയാണ്. ഉസ്ഹൊറോസ്കീവി ഡിസ്ട്രിക്റ്റ്, ഈ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ രാവിലെ തന്നെ കുറേ വണ്ടികൾ ക്രോസ് ചെയ്യാനായിട്ട് കിടക്കുവാണ്. യൂറോപ്പിലോട്ട് പോകാനായിട്ട് കിടക്കുന്ന വണ്ടികളുടെ തിരക്കാണ്. എൻ്റെ ബസ്സും പോയി, എല്ലാം പോയി. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്തോ. നമ്മൾ ബോർഡർ കയറി ഇറങ്ങിയുള്ളൂ. ഇവിടെ താണ്ട റിസോർട്ട്, പിന്നെ ഇവിടെ സ്പായൊക്കെയാണ് കേട്ടോ. നമ്മുടെ സ്ലാവിക് കൺട്രിയിൽ സ്പാ കൾച്ചർ ധാരാളമുണ്ട്. ഇവിടെ നമുക്കൊരു പെട്രോൾ സ്റ്റേഷൻ, ഫ്യൂൾ സ്റ്റേഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കണ്ട ഒരു പെട്രോൾ സ്റ്റേഷനിൽ വെച്ചിട്ട് വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടി വന്നതാണ് ഇത്. അങ്ങനെ ഞാനിവിടെ മൊബൈലൊക്കെ ചാർജ് ഇടാൻ വേണ്ടി ഇട്ടു. ഞാൻ ഭക്ഷണമല്ലല്ലോ, ഞാനൊന്ന് വൃത്തിയായി ഞാനിവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് ഓസ്ട്രിയയിൽ നിന്ന് നമ്മുടെ പ്രിൻസങ്ങളുടെ കടയിൽ നിന്ന് എടുത്തോണ്ട് വന്ന ഭക്ഷണമാണ് രാവിലെ കഴിക്കാൻ വേണ്ടി. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു ഞാനിവിടെ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ. അവർ പറഞ്ഞു പിന്നെന്താ നീ കഴിച്ചോളാം കിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ഉണ്ടല്ലോ, മുട്ടക്കറി, പിന്നെ ഇതിനെന്താ ഞാൻ കണ്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ പ്രിൻസ് ചട്ടിനി. ഇത് ബീഫ്, പിന്നെ നമ്മുടെ ചപ്പാത്തി, പൊറോട്ട. അതിന് ഉച്ചയ്ക്ക് കഴിക്കാം കേട്ടോ. ഇവിടെ പൊറോട്ടയും സംഭവങ്ങളും ഉണ്ട്. ഓ മൈ ഗോഡ്, കുറേ ഭക്ഷണം ഉണ്ടല്ലോ രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. അടിപൊളി ഭക്ഷണം കേട്ടോ. ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് പിന്നെ ഫുഡൊന്നും ചളിച്ചിട്ടില്ല. ഉക്രൈൻ കുറച്ച് കൂടുതൽ തണുപ്പാണ് ആക്ച്വലി. ലിഫ്റ്റ് അടിക്കുന്ന എങ്ങനെയെന്തോ കേട്ടോ. ഞാനിതുവരെ കഴിച്ചേക്കിതില്ല. എൻ്റെ ബസ് പോയി ഇവർ കാരണം. ആ ബസ് അങ്ങ് കിവു വരെ പോകുന്ന ബസ്സായിരുന്നു കേട്ടോ.
എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം കഴിഞ്ഞു. താങ്ക് യു ബൈ. നല്ലതുപോലെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇനി ഞാൻ ഹിച്ച് ഹൈക്കാനുള്ള ഒരു തന്ത്രപ്പാടില്ല. ലിഫ്റ്റ് കിട്ടാനാണ് ഇവിടെ പാടെന്ന് തോന്നുന്നു. നോക്കട്ടെ. റഷ്യയിൽ എനിക്ക് കുറച്ച് സ്ഥലത്ത് പാടായിരുന്നു, ഇവിടെയും എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഈ യുദ്ധമൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ ചിലപ്പോൾ ട്രസ്റ്റ് ചെയ്യില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് നമുക്കിവിടെ കാണാം. ഭയങ്കര മുദ്രാവാക്യവും മുടക്കി ഞാൻ ഹിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. സ്ലാവ യുക്രൈൻ. സ്ലാവ യുക്രൈൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു വീരപോരാട്ട മുദ്രാവാക്യമാണ് കേട്ടോ. അത് പറഞ്ഞാൽ ഇവർ ഇമ്പ്രസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വണ്ടിയിലും കയറിയിട്ട് സ്ലാവ യുക്രൈൻ എന്ന് പറയണം. അവിടെ ഒരു വണ്ടി നിർത്തി എനിക്ക് വേണ്ടിയാണോ? ഹലോ, ബാഗ് വെച്ചിട്ട് ഹിച്ചേക്കുകയാണ്. ഹിച്ചേക്കിങ് വളരെ ഈസി അല്ല. ഞാൻ ഓൾറെഡി ഒരു 10 മിനിറ്റ് ആയിട്ട് ഹിച്ചേക്കുകയാണ് കേട്ടോ. ഭയങ്കര ഈസി അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ക്ലൈമറ്റ് കുഴപ്പമില്ല കേട്ടോ. തണുപ്പാണ്. 11 മണിയാണ്. ഇവിടെ സൂര്യൻ ഉദിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ് കേട്ടോ. ഇവിടെ 8 മണിയാകുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നലെ ഉദിച്ചത് 8 മണിയാണ്. അപ്പോൾ എനിക്കിവിടെ യുക്രൈനിൽ വരാൻ വേണ്ടി എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ കഥ, നിങ്ങൾക്ക് ഓൺലൈനിൽ വിസ അപ്ലൈ ചെയ്യാം. പക്ഷേ ഓൺലൈനിൽ അവരിപ്പോൾ വിസ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. എന്ത് കാരണമുണ്ടോ? ഒരു ചൈനീസ് പയ്യൻ പാവം 20 ദിവസമായി അപ്ലൈ ചെയ്ത് അവന് കിട്ടിയില്ല. ഞാനൊരു 12-13 ദിവസമായി എനിക്ക് കിട്ടിയില്ല. അവസാനം ഇവിടുത്തെ ഒരു സിസ്റ്റർ, മലയാളി സിസ്റ്റർ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ഹലോ, സിസ്റ്റർ എമിഗ്രേഷൻകാരെ വിളിച്ചു പറഞ്ഞു സിസ്റ്ററാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. സിസ്റ്റർ നന്ദി. സിസ്റ്ററിനെ ഞാൻ യൂട്യൂബിലൂടെ ജനങ്ങളുടെ മുന്നിലൂടെ നന്ദി അറിയിക്കുകയാണ്. സിസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ യുക്രൈനിൽ കാലുകുത്തില്ലായിരുന്നു. അത് വേറെ കാര്യം. കാരണം ഓൺലൈൻ വിസ നമുക്കുണ്ട്, പക്ഷേ ഓൺലൈൻ വിസ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മുമ്പ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോഴായിട്ട് ഒരു 6 മാസത്തിൻ്റെ ഇടയ്ക്കാണ് അവർ ഓൺലൈൻ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് എംബസി വഴിയൊക്കെ എടുക്കണം. അത് ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് യുക്രൈനിൽ പോകാൻ പറ്റാത്തത് യുദ്ധസമയത്തൊന്നും. അപ്പോൾ എന്തായാലും എത്തി. പിന്നെ നമ്മുടെ പ്രിൻസ് അങ്കിൾ, പുള്ളിയും ഒരു പരിധിയിൽ എന്നെ സഹായിച്ചു. ഞാൻ വീണ്ടും ഹിച്ചേക്കട്ടെ, വണ്ടികൾ വരുന്നു. കുറച്ച് പാടാണ് കേട്ടോ ലിഫ്റ്റ് കിട്ടാൻ ഇവിടെ. Привет. Куда едешь? Me go straight. Me go Makachevo. Мукачево, так. You go? Okay. Дай Ташкин. Thank you. And the first hitchhiking. Oh. Wow. Спасибо. Mukacheva. Hello. Hi. Hi. ഇവരാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് തന്ന. സ്പസിബ. അങ്ങനെ ആദ്യമായിട്ട് യുക്രൈനിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് കേട്ടോ. Ракеты від Росії. Бомба. ഇവരെന്തോ പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. They are Russian rocket arriving in Lviv. ഇവിടെ എല്ലായിടത്തും പട്ടാളക്കാരന്മാരുടെ ഇതുണ്ട് കേട്ടോ. ഇങ്ങനെ ഒളിച്ചിരുന്ന് വെടിവെക്കുന്ന സംഭവങ്ങൾ റോഡിൽ എല്ലായിടത്തും ഉണ്ട്. Not only today, it can be anytime, every day. There are not Mukachev here. There are not live there. എപ്പോൾ വേണോ ഇവിടെ റോക്കറ്റ് വീഴാന്നാണ് കേട്ടോ പുള്ളിക്കാരി പറയുന്നത്. നോ പ്രോബ്ലം. ഓക്കെ, സേഫ്. ഓക്കെ. ഫൈനലി വണ്ടിയിൽ നിന്ന് എനിക്ക് ഇവർ ലിഫ്റ്റ് മുഖാച്ചീവ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ കൊണ്ടാക്കി തന്നു. ഭയങ്കര റൊമാൻറ്റിക് കപ്പിളായിരുന്നു കേട്ടോ ഇവർ. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും. താങ്ക് യു. ബൈ ബൈ. സ്പാസിബ. രണ്ടൊരു റൊമാൻറ്റിക് ആയിരുന്നു. ഞാൻ കാറിലിരിക്കുന്നു എന്നുള്ള ഒരു ബോധമില്ല. പരസ്പരം ചുംബനമായിരുന്നു കേട്ടോ ഫുൾ സമയം. ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ചോദിച്ചു നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന്, ഓവർ റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി അടുത്ത മുക്കാച്ചിവ് എന്ന് പറഞ്ഞ നഗരത്തിൽ ഞാൻ ഇറങ്ങുന്നില്ല. നേരെ തൽക്കാലം ലിവ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. ഇവിടെ എല്ലായിടത്തും മനോഹരമായിട്ടുള്ള നമ്മുടെ ഓർത്തഡോക്സ് ദേവാലയങ്ങളുണ്ട്. അതിമനോഹരമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പറയണ്ടല്ലോ, യുക്രൈൻ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. ഭൂരിഭാഗം ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയാണ്. പിന്നെ മുസ്ലിംസും വേറെ മതങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജൂഷൊക്കെ എന്ന് പറയുമ്പോൾ വളരെ മൈനോറിറ്റി മാത്രമാണ് ഈ ഒരു രാജ്യത്ത്. ഞാനിനി നമുക്ക് ഹിച്ച് ഹൈക്കിങ് ചെയ്ത് തുടങ്ങാം. ഹലോ.
Hello. Oh, thank you so much. Okay, thank you. I keep there back. Okay. Wow. എൻ്റെ രണ്ടാമത്തെ ഇന്നത്തെ റൈഡ് പുള്ളിക്കാരൻ്റെ അടുത്തിനെ Ивано-Франкивск еду. ആ Еду Ивано-Франкивск. Вам куда? ഇമാനോ ക്യൂസ്. Ивано-Франкивск. ഓക്കെ ഓക്കെ. Окей. എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായി. യുക്രൈൻ സ്ലാവ യുക്രൈൻ Слава Богу. സ്ലാവ യുക്രൈൻ പറയുമ്പോൾ ഇവര് ഹാപ്പി ആവും കേട്ടോ. അങ്ങനെ തന്നെ ഹാപ്പി ഒക്കെ എന്ന് വിചാരിച്ചു. What is your name? Павло. പബ്ലോ മാഹിൻ. നീ ഇന്ത്യ യുക്രൈനിയൻ ലാംഗ്വേജിൽ എങ്ങനെ പറയുന്നതോ ഇവർക്ക് റഷ്യനും പറഞ്ഞാൽ മതി കേട്ടോ, മനസ്സിലാവും. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ഇന്നത്തെ യാത്ര. So how are you? I'm okay. Thank you so much for giving me hitchhikes, auto stop, okay? Okay. താങ്ക് യു. പുള്ളിക്കാരൻ പോകുന്നത് ഇവാനോ ഫർഗാണ്ടസ് അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ പോകുന്നത് വേറെ സ്ഥലത്താണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുന്നു കേട്ടോ. ഞാനിവിടെ വൈഫൈയുടെ പാസ്വേഡ് Зараз 18. You can write. Okay, I'm right. ഓക്കെ. പുള്ളിക്കാരന് 1, 2, 3, 4 അതിന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അറിഞ്ഞൂടാ, അതാണ് കേട്ടോ. Say thank you in Ukrainian. Дякую. Дякую. Спасибо, no? No. Спасибо по-русски. No, спасибо. ജാക്കുയി എന്നാണ് കേട്ടോ ഇവര് താങ്ക് യു എന്ന് പറയുന്നത്. ഇവര് യുദ്ധത്തിന് ശേഷം ഇവർ ആക്ച്വലി മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ റഷ്യൻ ലാംഗ്വേജ് ഒക്കെ തന്നെയായിരുന്നു സംസാരിക്കുന്നത്. പക്ഷെ യുദ്ധത്തിന് ശേഷം എല്ലാവരും ഇപ്പം നൈസ് വ്യൂ, നല്ല രസമുള്ള കാഴ്ചയെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടി അടിപൊളി കേട്ടോ. അപ്പം യുദ്ധത്തിന് ശേഷം ഇവരങ്ങനെ സംസാരിക്കില്ല കേട്ടോ റഷ്യൻ ഭാഷ. കൂടുതലും ഇതാണ് ഇവർക്ക് റഷ്യ കണ്ടുപിടാൻ. കുറേ യുദ്ധത്തിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യു ഗോ ഇൻ ദ വാർ? Yes, I can go in the war. Your family member, your friends go in the war? They went to serve for the country? Your friends, your family go for the army? They go into the army, but if situation in Ukraine will be so bad for now. Understand? Yeah. Any people die in your friends or something? Yes. Oh shit. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സ് ഒക്കെ മരിച്ചിട്ടുണ്ടെന്ന് കേട്ടോ യുദ്ധത്തില്. Sorry, I'm very sorry for you. Okay. One day will be nice. One day Ukraine will be okay. We are all people of Ukraine believe in that what you say. Yeah. And please anybody to help us that we can win this war. Yes. പുള്ളിക്കാരൻ നേരത്തെ റഷ്യയെ കുറിച്ചൊക്കെ കുറേ പറയുന്നുണ്ടായിരുന്നു. ഒരിക്കലും പുള്ളിക്കാരനെ കണ്ടെടുത്താൽ കണ്ടുകൂടാന്ന്. ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ പാലങ്ങൾ ക്രോസ് ചെയ്യുമ്പോഴും അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇവർ മരങ്ങളുടെ ഇടയിൽ എന്താ പറയുക പട്ടാളക്കാരന്മാർ ഇങ്ങനെ ബങ്കർ പോലെ ഇരുന്നിട്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. I know how it drives. ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ പട്ടാളക്കാരന്മാർ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കും. നമ്മളെ വാരിയേഴ്സ് എന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പറയുന്നത്. ഇവർ ഭയങ്കര അവരുടെ രാജ്യത്തിന്റെ ഭയങ്കര നാഷണലിസ്റ്റുകളാണ് കേട്ടോ. ഭയങ്കര യുക്രൈൻ എന്ന് പറഞ്ഞാൽ മരിക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അവർക്ക് അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഇവർക്കെന്ന് പറയുമ്പോൾ 22 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആണുങ്ങൾക്ക് ഇവരുടെ രാജ്യം വിട്ടുപോക്കിവിടെ. കാരണം എന്ന് വേണോ റഷ്യക്കാർ ഫുള്ളായിട്ട് വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇവരുടെ രാജ്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉള്ള ആണുങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ പോവാം. എവ്രിവെയർ ആർമി. വാവ്. അവിടെ ആർമി ഇതുകൊണ്ട് പട്ടാളത്തിന്റെ ഒരു ഇതായിരുന്നു. ഇവിടെ ഉള്ള ഈ ഒരു റോഡ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താ, ഇവിടെ ആർമിയുടെ ഇതാണ്. ഈ ഒരു ഭാഗത്ത്
ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ഇത് വെസ്റ്റേൺ റോഡുകളാണ്, നമ്മുടെ യൂറോപ്പിനടുത്തുള്ള റോഡുകളാണ്. ഈ യുദ്ധത്തിന് സഹായിക്കുന്നത് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ്, പിന്നെ നാറ്റോ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ കൺട്രീസിന്റെയും കുറച്ച് രാജ്യങ്ങളുടെയും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആർമി സിസ്റ്റമാണ് നാറ്റോ എന്ന് പറയുന്നത്. അപ്പം നാറ്റോ ഒക്കെയാണ് ഈ റഷ്യൻ യുദ്ധത്തിനെതിരെ ഇവരെ സഹായിക്കുന്നത്. അപ്പം യൂറോപ്പ് സൈഡിൽ നിന്നൊക്കെ ധാരാളം ചരക്കുകൾ, യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള ചരക്കുകളൊക്കെ വരുന്ന പ്രധാനപ്പെട്ട റോഡാണ്. അപ്പൊ അത് അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് സംരക്ഷിക്കണം, പ്രധാനമായിട്ടും പാലങ്ങളും പ്രധാനമായിട്ടും റോഡുകളും. കാരണം ഈ റോഡെല്ലാം തകർന്നു പോയാൽ പിന്നെ ചരക്കുകൾ വരാൻ പറ്റൂല, പിന്നെ അവർക്ക് യുദ്ധത്തിന് അവരുടെ സപ്ലൈസ് ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ നല്ലതുപോലെ ഈ റോഡെല്ലാം അവർ കാത്തു സൂക്ഷിച്ച് ഇവിടെ എല്ലാ പട്ടാളക്കാരന്മാരെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും രാജ്യം വിട്ടു പോവാം, പക്ഷേ 22 വയസ്സ് മുതൽ വയസ്സ് കൂടുതലുള്ള ആണുങ്ങൾക്ക് രാജ്യം വിട്ടു പൊക്കിവിടാം. പുള്ളിക്കാരന്റെ ഗാർഡനിലുള്ള ആപ്പിൾ ഒക്കെ എനിക്ക് തന്നു. ദിസ് ഈസ് യുവർ ഗാർഡൻ ആപ്പിൾ? Yes, it's my garden. വെരി നൈസ്. ഇവിടെ എല്ലാം മാജിക് പോലെ കേട്ടോ. അതായത് ഇവിടുത്തെ കളർ കോൺട്രാസ്റ്റ് നോക്കിയേ, ഫുള്ള് മഞ്ഞ കളർ. അയ്യോ എന്ത് രസം. താങ്ക് യു. Not at all. ജുദിയ സോറി ജുദായ നോട്ട് സ്പസിബ ഇൻ യുക്രൈനിയൻ. Дякую. ജാക്കുയോ യെസ്. സ്ലോവാക്കിയ ജാക്കുയോ. ശരി എന്നാ, സ്ലോവാക്കിയയിലും ജാക്കുയോ എന്ന് എന്തോ പറയുന്നു. എന്റെ നോക്കിയേ, നല്ല മനോഹരമായിട്ടുള്ള വഴികൾ കേട്ടോ. ഇപ്പം ഓട്ടം ആണ് ഇവിടെ, വിന്റർ തുടങ്ങിയിട്ടുണ്ട്. വിന്റർ ആകുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഈ ഒരു രാജ്യത്ത്. ഇവിടെ കുതിരയൊക്കെ ഉണ്ടല്ലോ, കുതിര ധാരാളം, അടിപൊളി കേട്ടോ. കുതിരയെ കണ്ടപ്പോൾ എന്തോ ഒരു രസം. ഫുള്ള് മലകൾ കേട്ടോ, നല്ല രസമുള്ള മലകളും മരങ്ങളും. ഇവിടെ കണ്ടില്ലേ, ഇവര് കൂണൊക്കെ വിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വഴിയിൽ കൂണൊക്കെ നമ്മുടെ ഇതൊക്കെ വിൽക്കുന്ന കാഴ്ചകളാണ് ഗ്രാമീണര്. ഇത് കണ്ടില്ലേ, ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നത് ഇതുപോലുള്ള പട്ടാളക്കാരന്മാരായിരുന്നു കേട്ടോ. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ഇതുപോലെ പുല്ലിൻ്റെ അകത്തിരിക്കുന്ന കാണാം. ഞാൻ അവിടെ ഉണ്ടോ നോക്കട്ടെ, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് ഇതങ്ങനെ അവർ മറച്ചിട്ടില്ല അധികം. ഇവിടെ ഓട്ടത്തിന്റെ ഭംഗി എന്ത് രസം, ഫുള്ള് കളർഫുൾ കേട്ടോ. ഈ മലനിരകളിലുള്ള മരങ്ങൾ നോക്കിക്കേ, എല്ലാം കളർഫുള്ള്. ഓ വേറൊരു രസം കേട്ടോ ഇവിടെ. സോ ബ്യൂട്ടിഫുൾ ബ്രോ, വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ഇതൊക്കെ വഴിയോരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പട്ടാളക്കാരുടെ ചെക്ക് പോയിന്റ് ആണ് കേട്ടോ. കാറെല്ലാം എന്താ, വണ്ടികളെല്ലാം നിർത്തിയിടയ്ക്കുക. Foto en video. Добрий день. Показую. കാരൻ എൻ്റെ സീൽ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു താങ്ക് യു സോ മച്ച്. ജക്കായ്. Дякую. ജാക്കോയു. അങ്ങനെ ആർമി ചെക്ക് ചെയ്തു. നമ്മൾ ഈ ഒരു പോസ്റ്റിൽ ഇറങ്ങുവാണ്. ബൈ ബൈ. ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെ ഇവിടെ നിന്ന് തന്നെ. ആരും നിർത്തുന്നില്ല കേട്ടോ. ഈ പോലീസുകാരെ പേടിച്ചാണോ എന്തോ. ആ ഒരു ഭാഗത്തൊക്കെ നോക്കി ഇവിടുത്തെ വീട്. ബ്രോ, യു വാണ്ട് ടു സേ ഹായ്? Hi. What's your name? Paulo. Nice to meet you. Thank you so much for giving me a ride. No problem. പൗലോ പുള്ളിയുടെ വണ്ടിയിൽ ഞാനിങ്ങനെ ലിഫ്റ്റടിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉറക്കം കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുവാണ്. ബസ്സിലുമാണ് വന്നത്. ബസ്സിൽ നിന്ന് നല്ലതുപോലെ ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നല്ല ഉറക്കം. ഇവിടുത്തെ നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നേച്ചർ കേട്ടോ. ഇവിടെയുള്ള വീടുകളൊക്കെ നല്ല മനോഹരം കേട്ടോ. തടിയിൽ നിർമ്മിച്ച വീടുകളാണ്, ധാരാളം വീടുകൾ. ഫുള്ള് തടിയിലാണ് കേട്ടോ. നമ്മളങ്ങനെ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ടൗണല്ല, കാണുമ്പോൾ ഒരു ബോറിംഗ് ടൗൺ പോലെ തോന്നുന്നു. എനിക്കറിയില്ല, സാധാരണ നമ്മുടെ ഒരു
USSR എല്ലാം ഈ ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ നമ്മുടെ യുക്രൈനിയൻ USSRന്റെ ഭാഗമായിരുന്നു. യുക്രൈനിയൻ USSR എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഇത് ഓസ്ട്രോ ഹംഗേറിയൻ റൂളിൻ്റെ അവരുടെ കീഴിലായിരുന്നു. പിന്നെ ഇവർ റിപ്പബ്ലിക് ഓഫ് യുക്രൈനായി. വീണ്ടും USSR തട്ടിയെടുത്തു. പിന്നെ ഇതാദ്യം നമ്മുടെ വെസ്റ്റേൺ സ്ലാവിക് കൺട്രിയുടെ ഒരു ഭാഗമായിരുന്നു. എന്നിട്ട് കിവ് ആയിരുന്നു വെസ്റ്റേൺ സ്ലാവിക്കിൻ്റെ ക്യാപിറ്റൽ വന്നത്. പിന്നെ മോഡേൺ കാലഘട്ടത്തിൽ ഏകദേശം 2000-ന് അടുത്തായിട്ടാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1991-ലും 1992-ലാണ് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ. വളരെ ലേറ്റായിട്ടാണ്. ഇവിടുത്തെ ഓരോ നമ്മുടെ പള്ളികൾ നോക്കിക്കേ, സ്വർണം പൂശി പോലെ ഇരിക്കണം. ഫോയിൽ പേപ്പർ വെച്ച് പൊതിഞ്ഞ പള്ളി പോലെ കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മുടെ ആ ഒരു ഓസ്ട്രിയൻ രാജ്യത്തിനെയൊക്കെ കാട്ടി തണുപ്പുണ്ട്. അവിടെ കണ്ടില്ലേ, മോട്ടൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. MOTEL, അതായത് ചീപ്പ് ഹോട്ടലുകൾ പറയുന്നതാണ് മോട്ടൽ എന്ന് പറയുന്നത്. പുള്ളിക്കാരെന്തോ പറയണം. ഞാൻ നമ്മുടെ ചേട്ടനൂടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ ദ കോഫി. പുള്ളിക്കാരൻ എനിക്ക് കോഫിയൊക്കെ ഓഫർ ചെയ്തു. ഞാൻ അങ്ങനെ ചായയും കോഫിയൊന്നും കുടിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ഈ ലാറ്റ കുടിക്കും. അത് തന്നെയാണ് മിൽക്കിട്ട ചായ. പുള്ളിക്കാരൻ എനിക്ക് കുറേ റെക്കമെൻഡേഷനൊക്കെ തന്നുകൊണ്ടിരിക്കുക. പാവമാണ് കേട്ടോ പുള്ളി. $10 or more per kilogram. ഇവിടുത്തെ കളറ് നോക്കിക്കേ. ഓ, സ്വർണ്ണ കളർ പോലെ. ഇവിടെ അവർ വഴിയിൽ നമ്മുടെ ഇതില്ലേ, ഇവിടെ മലകളിൽ നിന്നുള്ള നമ്മുടെ കുമിളുണ്ടല്ലോ, അതിട്ട് വിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഹലോ, ഹായ്. വീഡിയോ ഓക്കെ ഓക്കെ. നോക്കിക്കേ, ഇവിടെ കോണിട്ട് വിൽക്കുന്ന ഇതാണ് കേട്ടോ. പലതരത്തിലുള്ള കോണുകൾ. ഇത് മലകളിൽ നിന്ന് അവർ പറിച്ചുകൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ വാങ്ങാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇന്ന് തിരിച്ച് നമ്മുടെ കാറിലോട്ട് പോട്ടെ. അടുത്ത സ്പോട്ടിൽ നിന്ന് ഹിച്ചൈക്കിങ്ങാണ്. ഇന്ന് ഫുള്ള് ഹിച്ചൈക്കിങ് ആണ് കേട്ടോ. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, നമുക്ക് ഇനിയുള്ള യാത്രകളിൽ അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ നേടാം. ആരും നിർത്തൂല കേട്ടോ. അതേസമയം ഞാൻ ലാസ്റ്റ് സ്ഥലത്ത് നിന്നപ്പോൾ ഒരു സ്ത്രീ വന്നിരുന്നു കേട്ടോ. എനിക്ക് നിർത്താത്ത വണ്ടിയല്ല, ജസ്റ്റ് പുള്ളിക്കാരിക്ക് പോയി നിർത്തിയിട്ട് എടുത്തോണ്ട് പോയി. സ്ത്രീ ആയിരുന്നെങ്കിൽ എല്ലാ വണ്ടിയിലും പെട്ടെന്ന് കയറ്റിയില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് പ്രശ്നം കൂടെ ഉണ്ട്. അത് വേറെ കാര്യം. സ്ത്രീ ആകുമ്പോൾ ഓരോ ആൾക്കാരുടെ വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഹലോ. ഓ, എനിക്കാണോ? ഹലോ, ഹായ്. Are you going this way? Okay. Can I come? India. Yeah. Yes, passport, yes. Tourist. Yeah. Yes. Okay. Thank you. പട്ടാളക്കാരന്മാരാണോ? No? Okay, you full. Okay, no problem. മാര് പിന്നെ എന്തിനാണ് നിർത്തിയത്? ഇനിയൊന്ന് പട്ടാളക്കാരന്മാർ വന്ന് വെറുതെ ക്യൂരിയസ് ആയിട്ട് റോഡിൽ നിർത്തിയതാണ് കേട്ടോ. കുറേ യങ് പട്ടാളക്കാരന്മാരെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രായം കുറവുള്ള, കാരണം 22, 23, 24 വയസ്സുള്ള ആൾക്കാരൊക്കെ യുദ്ധമായതുകൊണ്ട് യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് അങ്ങനെ കുറേ യങ് പട്ടാളക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് എനിക്ക് വേണ്ടി തന്നെ. ഓ, they're going? Oh, it's a taxi? But he go. ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ ഓടി വന്നപ്പോൾ പുള്ളിക്കാരെ വണ്ടി എടുത്തോണ്ട് കേട്ടോ. അത് പോയി വണ്ടി. Auto stop. Ну, але там на зупинці отут пару метрів, бо тут ніхто не зупинить тобі. Іди того трошки пройди, бо там є зупинка. А ти хто по національності? No, English. No, English, no Ukrainian. То йди там обох, бо тут тобі не зупинить ніхто. Okay, maybe I ask. Hello, nearby. പുള്ളിക്കാരി എന്തോ പറഞ്ഞിട്ട് പോയി. ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കരുത് എന്നാണോ?
ഒന്നും മനസ്സിലായില്ല. എനിക്ക് 1 മണിക്കൂറായിട്ട് നിൽക്കുന്ന കേട്ടോ. സൂര്യൻ അസ്തമിച്ചാൽ പണി കിട്ടും, അതാണ് എനിക്കൊരു പേടി. സൂര്യൻ അസ്തമിക്കാറായെന്ന് തോന്നുന്നു. കണ്ടിട്ട് സൂര്യനൊക്കെ താന്നു തുടങ്ങി. 1 മണിക്കൂറിന് ശേഷം എനിക്കൊരു മാലാക ലിഫ്റ്റ് തന്നു. ഹലോ, Hi, ഹൗ ആർ യു? I'm fine. What about you? Can I make the sound less? Yes, of course. I forgot. Shabubo. Bayubo. No, not Vladimir. Not your name. How I say thank you? Jacoba. Jakuyu. Yes, Jakuyu. ഇതാണ് നമ്മുടെ വ്ളോഡിമർ. പുള്ളിക്കാരൻ ഒരു ഫുട്ബോൾ ഏജന്റ് ആണ് കേട്ടോ. ആഫ്രിക്കയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ മലപ്പുറത്തൊക്കെ ഈ സെവൻസ് കളിക്കാർ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരില്ല, അതുപോലെ ഇവരും കൊണ്ടുവരുന്ന ഒരു ഏജന്റ് ആണ്. ആൻഡ് ഹൗസ് ലൈഫ് ഹിയർ? It's good. Unfortunately, we have war. Yeah, unfortunately. Sometimes it's very dangerous. Sometimes, yeah. Because we are in the west part of Ukraine, but in our capital and east part more dangerous. ക്യാപിറ്റലും ഈസ്റ്റ് പാർട്ടിലാണ് കൂടുതൽ ഡേഞ്ചറസ്. വെസ്റ്റ് കുഴപ്പമില്ല. ലിവിവിലോട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ലിവിവിൽ കുഴപ്പമില്ല, പോളണ്ടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. ലിവിവിൽ ഈസ്റ്റേൺ പാർട്ടിയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വന്ന് ഇപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ തന്നെ കൂടി. പിന്നെ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 35 മില്യൺ ആയിരുന്നു. 35 മില്യൺ ആളുകൾ, 3.5 കോടി ആളുകൾ ഉള്ള ഒരു രാജ്യമായിരുന്നു ഈ രാജ്യം. പക്ഷേ ഈ യുദ്ധമൊക്കെ കാരണം പല ആളുകളും പല രാജ്യത്ത് യൂറോപ്പിലോട്ടൊക്കെ കയറി ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറവാണ്. പിന്നെ വെസ്റ്റേൺ പാർട്ടിലാണ് കൂടുതൽ പോപ്പുലേഷൻ. ഈസ്റ്റിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് ചെറുതറി ഓടി. അപ്പോൾ പുള്ളി എനിക്ക് ലിഫ്റ്റ് തന്നു. Jakuyu for giving me a ride. You're welcome. Can I ask you one offensive question? Yes. Sensitive question. Okay. Do you like Russia? No one like? Yeah. Never. ആർക്കും ഇഷ്ടമല്ല We കേട്ടോ. have very difficult history. Not only now. Before also. Yeah, exactly. Our history is always the same. Yeah. അതായത് ഇപ്പോൾ ഈ ഒരു 2022 ശേഷം തുടങ്ങിയ യുദ്ധം കൊണ്ടല്ല, ഇവർക്ക് പണ്ട് മുതലേ ഇവരുടെ പാസ്റ്റ് ഹിസ്റ്ററി മുതലേ റഷ്യയുമായിട്ട് യുദ്ധമാണ്. I like to ask India not to support Russia. Yeah, okay. You can say to camera. Yes, Yeah, please. I like to say India stop to support Russia. Please. ഇന്ത്യ സ്റ്റോപ്പ് സപ്പോർട്ടിങ് റഷ്യ എന്നാണ് കേട്ടോ. കാരണം ഇന്ത്യയും റഷ്യയും സുഹൃത്തുക്കളാണല്ലോ, മോദിയും പുടിനും ഫ്രണ്ട്സ് ആണല്ലോ. അപ്പം അതുകൊണ്ടാണ് യുക്രൈൻ ആളുകൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ അവർക്ക് വലിയൊരു ഇതില്ല, കാരണം റഷ്യയുടെ കൂട്ടുകാരനാണല്ലോ. I hope like one day it will be peace here and Ukraine will be like very peace and safe everywhere. I hope. I hope too. We need this. It's long time. In touch. Thank you so much. Keep in touch, okay? Keep in touch. We will meet in Kerala or somewhere again. Maybe in Ukraine. Maybe Ukraine. You let me know if there is anything. Yes. Okay? Yes. Bye. I will call you. കേട്ടോ. ജക്കുയേ, ഞാനിനി ബസ്സിൽ പോകാനായിട്ട് പോകുന്നു. ബൈ. ഞാനിവിടെ നമ്മുടെ ബസ് സ്റ്റേഷനിൽ വന്നു. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ബസ് എടുത്തിട്ട് വേണം ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് പോകുന്നത്. സിറ്റി എത്താനായിട്ട് ഇനി 10-15 കിലോമീറ്റർ ഉണ്ട്. ഈ കാണുന്ന ബസ് 131 എന്ന് പറയുന്ന ബസ്സിലാണ് കേട്ടോ എനിക്ക് പോകാനായിട്ട്. ഇവിടെ ബസ് കാത്തിരിക്കണം. അവിടെ ഒരു മോളിൻ്റെ അടുത്ത് ഞാനിങ്ങനെ വന്നിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ആ ഒരു മോളിൻ്റെ അടുത്തായിട്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. ഹൗ യു ചെക്ക്? I'm Google Maps. ഗൂഗിൾ മാപ്പ്. ഓക്കെ. ഗൂഗിൾ മാപ്പിൽ നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ നമുക്ക് ടൈം അനുസരിച്ച് അറിയാൻ പറ്റും. വാട്ട്സ് യുവർ നെയിം? Carolina. What's your name? Stacy. Huh? Stacy. Stacy. You're from Lviv? Yeah. Are you studying, student? A student. Oh, okay. In which standard? I'm not good in English. University or school? School. Okay. You speak nice English. Thank you. Nice. രണ്ടുപേര് എന്നെ സഹായിച്ചു കേട്ടോ. ഞാൻ ഈ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. I'm blogger. Okay. I'm from India. First time in Ukraine. Nice to meet you. Thank you so much. Jakuye. താങ്ക് യു. ഞാൻ ശുചിമുറി ഉപയോഗിക്കാനായിട്ട് ഇവിടുത്തെ മോളിൻ്റെ ഉള്ളിലോട്ട് കയറിയതാണ്. നമ്മുടെ നാട്ടിലെ മാള് പോലെ തന്നെയാണ് യുക്രൈനിലെ മാളുകളും. പിന്നെ അധികം സെപ്പറേറ്റായിട്ട് വിവരിക്കാനോ വിശദീകരിക്കാനോ ഒന്നുമില്ല.
കണ്ടില്ലേ, എനിക്കിവിടെ കയറിയപ്പോൾ തിരുവനന്തപുരത്തെ ലുലു മാളിൽ കയറിയ ഒരു അവസ്ഥയാണ് കേട്ടോ. ഈ ഒരു മാളിൽ കയറിയപ്പോൾ കണ്ടത്. ഞാൻ തിരിച്ച് ഓടുവാണ്, കാരണം എനിക്ക് ബസ്സുണ്ട്. 12 മിനിറ്റിനുള്ളിൽ ബസ്, ഡയറക്റ്റ് ബസ്സാണ് കേട്ടോ. സിറ്റിയുടെ അകത്ത് കുറച്ച് ട്രാഫിക് ഉണ്ടെന്ന് തോന്നുന്നു. മുമ്പ് യുക്രൈനിൽ ധാരാളം മലയാളികളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം കാരണം ആരുമില്ല. പല ആളുകളും റഷ്യയിൽ പഠിക്കാൻ വേണ്ടി പോയി. പിന്നെ ചില ആളുകൾ കോഴ്സേ അവരുടെ നഷ്ടപ്പെട്ടു. ഇവിടെ എന്തോ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ പൈസ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാന്തോ കേട്ടോ. യുദ്ധത്തിൽ തകർന്ന വണ്ടി ഇവരുടെ. ഹലോ, ഡു സ്പീക്ക് ഇംഗ്ലീഷ്? ഞാനൊരാളെടുത്ത് ഇംഗ്ലീഷ് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് പോയി. ഇതെന്താണെന്തോ കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇംഗ്ലീഷ് അറിയാമെന്നുള്ള ആരടുത്താണെങ്കിൽ ചോദിക്കായിരുന്നു. ഇത് ആർമിക്കാർക്ക് വല്ലോ സപ്പോർട്ടായിട്ട് വല്ലോ തന്നെ എന്തോ കേട്ടോ. ഇവർ പൈസയ്ക്ക് വേണ്ടിയുള്ള QR സ്കാന് സാധനമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്തോ കേട്ടോ സംഭവം. ആരെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതെന്തോ ഡാമേജ് കാർ റിന്യൂ ചെയ്യാൻ വേണ്ടി. ഫോർ ദിസ് കാർ പുള്ളിക്കാരൻ പറഞ്ഞോടാ. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കും, അതുകൊണ്ട് പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി നോക്കുവാണ്. No, they're not saying about actually this car, but just It's for the government. yeah. Okay, for the war. ഓക്കെ. ഇതാ ഓട്ടോകൾ കണ്ടില്ലേ യുദ്ധത്തിൽ. അതാണ് ഓട്ടോകൾ വീണ കാറ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. യുദ്ധത്തിൽ ആർമിക്ക് സപ്പോർട്ടിങ് ആയിരിക്കണം. താങ്ക് യു ജക്കുയെ. ഓക്കെ, താങ്ക് യു. കേട്ടോ, ബൈ. താങ്ക് യു സോ മച്ച്. എൻ്റെ ബസ് വന്നു എന്ന് തോന്നുന്നു. ഇനി 1-2 മണിക്കൂർ പോയാൽ നമ്മുടെ ലിവിവ് എന്ന് പറഞ്ഞ നഗരത്തിലോട്ട് എത്തും. ലിവിവ് എന്ന് പറയുന്നത് ഏകദേശം 8 ലക്ഷം പേരുണ്ടായിരുന്ന സ്ഥലം യുദ്ധത്തിന് ശേഷം ഒരു 13 ലക്ഷം പേരായി. കാരണം അത്രയും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് എന്ന് പറയുമ്പോൾ 12 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റൂല, പിന്നെ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ട്. രാത്രി യുദ്ധമായതുകൊണ്ട് രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല. അതേസമയം ഈസ്റ്റേൺ പാർട്ടിൽ ക്യാപിറ്റലൊക്കെ ആണെങ്കിൽ 12 മണി അല്ല അതിന് മുമ്പേ പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് നിയമങ്ങളുണ്ട്. കാരണം യുദ്ധം നടക്കുമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും അവിടെയൊക്കെ കണ്ടില്ലേ പട്ടാളമാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. കാരണം ഈ ബ്രിഡ്ജൊക്കെ അവർക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതുകൊണ്ട് ആരും തട്ടി പൊട്ടിക്കാതിരിക്കാനൊക്കെ ഈ പാലങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പട്ടാളക്കാരിങ്ങനെ പതുങ്ങി ഇരിപ്പുണ്ട്. ഏതൊക്കെ ബസ്സിൽ കയറി ഞാൻ അവസാനം. ഇവിടെ നമുക്ക് ഇതിൽ ടിക്കറ്റ് എടുക്കാം, പക്ഷേ ഇത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ ഡ്രൈവറിൽ നിന്ന് തന്നെ പൈസ ടിക്കറ്റ് വേണം. ഹലോ, ഇവിടെ നിന്ന് പുള്ളിക്കാരൻ നമുക്ക് ടിക്കറ്റ് തരും. ഞാൻ ബസ്സിന് വേണ്ടി കുറേ നേരം നിന്നു, ആ ബസ് വർക്കാവുന്നില്ല. 25 രൂപയാണ് ടിക്കറ്റ്. 25 രൂപയല്ല, 25 യുക്രൈനിയൻ മണി. അതായത് നമ്മുടെ നാട്ടിലൊരു 55 രൂപയാണ് കേട്ടോ. ഇവിടുത്തെ 25 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഡബിൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിനെക്കാട്ടി വില മൂല്യമുള്ള നല്ല കറൻസിയാണ് യുക്രൈൻ്റെ മണി. ഞാനങ്ങനെ ബസ് ഇറങ്ങി ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാവരും വഴിയിൽ എന്തൊക്കെയോ വിൽക്കുവാണല്ലോ. ഇവിടെ കുറച്ച് പേര് പൂ വിൽക്കുന്നു. നമ്മുടെ സിറ്റി സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന ബസ്സിലാണ് ഇറങ്ങി വന്നത്. അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു നല്ല നഗരം കേട്ടോ. ലിവിവ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ കുറേ ആൻറ്റിമാർ പൂവൊക്കെ ഇട്ട് വിൽക്കുവാണ് കേട്ടോ ഇവിടെ വഴിയോരങ്ങളിൽ. നമ്മുടെ ലിവിവിൽ നമ്മുടെ പഴയ ട്രാം സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ട്രാം സംവിധാനമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സിറ്റിയുടെ ഇത് നമ്മുടെ ഓൾഡ് സിറ്റിയാണ് കേട്ടോ. ഓൾഡ് സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അടുത്ത വേറൊരു ട്രാം ആ ഒരു ഭാഗത്തുനിന്ന് വരുവാണ്. അവസാനം നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. പൈസ കൊടുത്തിട്ട് വേണം മണി 25 രൂപ. ഹലോ, sorry, I put it here. Oh, I'm sorry. 25 തന്നെ കേട്ടോ ടിക്കറ്റ്. ബസ്സിൽ ഫുൾ ആളുകളാണ്, ഫുള്ള് തിരക്ക്. എൻ്റെ അമ്മ, പബ്ലിക് ട്രാൻസ്പോർട്ട് കറക്റ്റ് ഗൂഗിൾ മാപ്പ് വെച്ച് കറക്റ്റായിട്ട് വർക്കാവുന്നില്ല കേട്ടോ. കറക്റ്റ് അല്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ എപ്പോഴേ നേരത്തെ എത്തേണ്ടത് ഒരു സ്ഥലത്തും എത്തിയില്ല. കൂടുതലും പ്രായമായിട്ടുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പിന്നെ യങ്സ്റ്റേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ബസ്സൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ.
ഇന്ന് ഞാൻ കൗച്ച് സർഫിംഗ് വഴി പരിചയപ്പെട്ട ഒരു പുള്ളിക്കാരിയുടെ കൂടെയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൽ നോക്കിയപ്പം ഇവിടെ ആക്ച്വലി ഈ ഒരു രാജ്യത്ത് ഇപ്പം പെൺകുട്ടികളെ മാത്രമേ നമുക്ക് സ്ത്രീകളെ മാത്രമേ കാണാനായിട്ട് സാധിക്കൂ, പുരുഷന്മാരെ കാണാൻ സാധിക്കുന്നില്ല. എന്താ പുരുഷന്മാരിപ്പം ഞാൻ പല സോഷ്യൽ മീഡിയകൾ വഴി നോക്കിയപ്പോഴും പുരുഷന്മാർ കൂടുതൽ യുദ്ധത്തിലാണ് കേട്ടോ. ഇവിടെ ആകെ ഫ്രീ ആയിട്ടുള്ളത് പെൺകുട്ടികളാണ്. പിന്നെ ധാരാളം പെൺകുട്ടികൾ പുറത്തൊക്കെ കറങ്ങാനായിട്ട് പോകും, അവർക്ക് പുറത്ത് പോവാം. ഇവിടെയുള്ള പുരുഷന്മാർക്ക് ആർക്കും കറങ്ങാൻ പോകാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പം 2-3 ചേച്ചിമാർ, ഈ ചേച്ചി വേറെ ഏതോ 2-3 പെൺകുട്ടികളൊക്കെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് പോകുന്നു കേട്ടോ. ഇവിടെ ബ്ലോഗേഴ്സ്, ഇവിടെ ട്രാവലേഴ്സ് വരുന്നത് കുറവാണല്ലോ. മുമ്പ് ഇവിടെ ധാരാളം പേരുണ്ടായിരുന്നു, ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ ക്യാപിറ്റലിൽ കുറച്ച് പേരുണ്ട്, ക്യാപിറ്റലും പക്ഷേ ധാരാളം പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടുത്തെ ഫ്രീ വൈഫൈ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ് ഫ്രണ്ടിന് വേണ്ടി. ഇവിടെയൊക്കെ പല രാജ്യങ്ങളിലുള്ള പോലെ നമ്മുടെ ഇതാണ് കേട്ടോ, ഇംഗ്ലീഷ് ആക്കിയാൽ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യുന്നത്. ഇവിടുത്തെ കുറച്ച് വോഡഫോൺ ഉണ്ട് ഇവിടെ. പിന്നെ ഞാൻ കേട്ടത്, ഞാൻ സിം കാർഡ് എടുത്തിട്ടില്ല, ലൈഫ് സെല്ല് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇതെന്താ എന്തോ സ്റ്റാർ എന്ന് പറയുന്ന ഇതുണ്ട്. പിന്നെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പറ്റും, ചാരിറ്റി, ബാങ്ക് ട്രാൻസ്ഫർ, പോപ്പുലർ വേറെ സർവീസുകൾ, ഇൻ്റർനെറ്റ്, TV ചാർജ് ചെയ്യുന്നത്, ബഡ്ജറ്റ് പേയ്മെൻറ്റ്, കുറേ സംഭവമുണ്ട് കേട്ടോ. ഇവിടെ ട്രെയിൻ ടിക്കറ്റ് എല്ലാം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നമുക്കിവിടെ. ഇത് പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനും ഇത് വെച്ച് പറ്റും. അയ്യോ, I wanted to say something, sorry. 1 minute. Привет, ex-правай. Дякую. Super. Let's go. How's my Ukrainian language? I think you're very tired. Yeah, no, it's okay. And finally, Olia, hi. Hello. You can say hi. Hello. Hi. Dakyuju. Sorry, Jakuju. Dakyuju. ഇവിടെ യുദ്ധം കാരണം എപ്പം വേണോ കറണ്ട് പോവാം, അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നില്ല. യുദ്ധം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, നടന്ന് ഉപ്പാട് വരും. നൈസ് പ്ലേസ്. സോറി, Doesn't matter. I want to come back from my trip from Roma. From Roma? Yes. Wow. Also, all time I live like couch surfer, and Wow. I know it's wonderful. Thank you. Okay. Wow, അവസാനം സന്തോഷമായി. റെസ്റ്റ് എടുക്കാം. ഉൾഗയുടെ കിച്ചൺ ആണ് കേട്ടോ ഈ കാണുന്നത്. യു മേക്കിംഗ് കോഫി? Yes, as you like. It's water for drink. Okay. I will give you cup for drink. Okay. ഇവിടെ നമ്മുടെ പുള്ളിക്കാരി യാത്ര ചെയ്ത സ്ഥലങ്ങളാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ ഒരു മകളുണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണ്, പഠിക്കുകയാണ് അവിടെ ഇരുന്ന്. മാൽദീവ്സൊക്കെ പുള്ളിക്കാരി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴായിട്ട് എന്താ റോമയിൽ എവിടെ പോയി, തുർക്കി, കപ്പഡോക്കിയ. ഇവിടെയുള്ള യുക്രൈൻകാരും ഇവരൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതൽ ബീച്ച് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക്. What's the name of this soup? Fish soup. Fish soup. Name Uha. Uha. It's a Ukrainian dish? Like Ukrainian, yes. Salt and pepper. യുക്രൈനിയൻ ഫിഷ് സൂപ്പാണ് കേട്ടോ. നമ്മുടെ മീൻമാവുണ്ട്, അതിൽ വെറുതെ പൊട്ടാറ്റോയും ഇതും കുറച്ച് മീനും ഇട്ട ജസ്റ്റ് ഒരു സൂപ്പാണ് കേട്ടോ. നമ്മുടെ ഒല്ലയുടെ മകൾ വന്നിട്ടുണ്ട്. ഹലോ. Hello. Introduce yourself. Mama nie rozumie, kojarzy. Just say your I don't name. understand, sorry. No, you can introduce yourself. You can say your name. What do you study? My name is Maria. I'm from Lviv. What do you study? University, economic faculty. Economics പഠിക്കുകയാണ്. Come on, eat ug. You can have this. No. ഇവിടുത്തെ ഭയങ്കര കോമൺ നെയിമാണ് മറിയ, ഒൽഗ. Hello. Hello. I'm Ola. Hola. Sorry, Olga. No, Ola. Olga is not soft name. I'm soft. You are soft. Hola. Ola. Olga, it's not soft. Hard. Yes. And I know Catherine and lot of name. Many Maria. Many people have Maria Yes. in Ukraine. Olga. Many people have Olga. Yes. Then Katerina. കുറെ ഇങ്ങനത്തെ പേരുകൾ കുറെ എല്ലാവർക്കും ഇത് തന്നെ കേട്ടോ. അതുകൊണ്ട് എങ്ങനെ ഇവർ മനസ്സിലാക്കാവുന്നത്, എനിക്ക് തോന്നുന്നു ഒരു ടൗണിൽ തന്നെ 100 പേരുണ്ടെങ്കിൽ അതിലൊരു 20 പേര് മറിയായിരിക്കും കേട്ടോ.
അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓറഞ്ച് കളറിലുള്ള ചായ. ഇത് ഞാൻ കുടിക്കൂല കേട്ടോ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൊടുക്കുവാണ്. ഇവർ ഫാമിലി ആയിട്ട് താൻസാനിയയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. How did you like Zanzibar? You like Zanzibar? Yes. This is mine. Okay. അവളുടെ മുഖം നോക്കിക്കോ. അതിനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുക. ഓ У него 720 подписчиков. I finished. I like it. You sure? Yeah, I like it. ഇവിടെ റോക്കറ്റ് ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. I'm just saying 2 weeks ago rocket. Yes, this you can open, I would say. Yeah. You can say yeah. This rocket was taken from Russia and broke 3 build, and general 10 build was broke, but 3 build broke from zero. It was happened maybe 7 kilometers from my home. Oh. But not every newspaper say about this, say only about 3 build, but not say 10 build, and all city was some broke, windows, door or something broke, everything. ഏകദേശം 10 ബിൽഡിങ്ങുകൾ അടുപ്പിച്ച് തകർന്നു പോയി. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. പക്ഷെ ന്യൂസ് പേപ്പറൊക്കെ പറയും 3 ബിൽഡിംഗ് ആണെന്ന്. നമ്മുടെ മറിയ ഉണ്ടല്ലോ, മറിയക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ മറിയ എൻ്റെ അടുത്ത് ചോദിക്കൂല, അമ്മയുടെ അടുത്ത് ചോദിക്കും. എന്നിട്ട് അമ്മ പറയും you can ask me. She's shy. Yes. Why are you shy? English. You speak English. No. You speak in good English. Yeah. Скажи. Я не знаю сказати. Я тобі скажу, family die from 3 person and our family. Я так довго не скажу, не знаю, family die. I speak very bad, but general you can understand. I want to say also all family die, mother, sister, brother, all family die, and father's family was in front in first area in front, the best dangerous place, and he come back because his family died and he live in the best dangerous place. അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ് കേട്ടോ. It's not all. പുള്ളിക്കാരി യാത്ര ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലുള്ള ചിത്രങ്ങൾ. ഓ മലേഷ്യ. Yeah. You know? മലേഷ്യ? Yes, Malaysia. This. ടിൻ ടവർ. Yes. Tin Tower. Kuala Lumpur. ഇതും മലേഷ്യയിൽ എവിടെയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഫാമിലി കേട്ടോ. പുള്ളിക്കാരി ആക്ച്വലി പോളണ്ടിലാണ് ജീവിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഭർത്താവും പോളണ്ടിലാണ്. പുള്ളിക്കാരി ഇടയ്ക്ക് വരും. മകൾ ഇവിടെ പഠിക്കുകയാണ്. മകൾ ഇവിടെയാണ് ജീവിക്കുന്നത്. മകൾക്ക് 17 വയസ്സായേ ഉള്ളൂ. മകൾക്ക് കാമുകനൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ സംസ്കാരത്തിൽ ഇപ്പോൾ യൂറോപ്യൻ സംസ്കാരം പോലെ തന്നെയാണ് യുക്രൈൻ ഒരു സംസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. 17-ാം വയസ്സ് 16-ാം വയസ്സിൽ കാമുകന്മാർ അല്ലെങ്കിൽ കാമുകിമാർ അവർ വീട്ടിൽ ഒരുമിച്ച് കഴിയും, അല്ലെങ്കിൽ അങ്ങനത്തെ സംസ്കാരമൊക്കെയാണ്. ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അവൾക്ക് 17 വയസ്സേ ഉള്ളൂ. അവൾ കാമുകൻ്റെ നമ്മൾ സംസാരിച്ച് കാമുകൻ്റെ ചിത്രമൊക്കെ കാണിച്ചു തരുമായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ, പക്ഷെ ഒരു നാൾ നമ്മുടെ നാടും ഇങ്ങനെയാവും. ഒരു ഭക്ഷണം കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത ബുല്യോമും മക്കറോണിയും. ഐ ആം ഓൾറെഡി ഫുൾ. You must try. It's different and every people very like this, and it's very very healthy. If someone sick, people the first prepare this soup named bouillon. Chicken soup bouillon. നമ്മുടെ നാട്ടിലെ പയറുങ്കഞ്ഞി പോലെ ഇവർ പനി പിടിക്കുമ്പോൾ ഇവർ ഇതുണ്ടാക്കും. നമ്മുടെ നാട്ടിൽ പയറുങ്കഞ്ഞി ഉണ്ടാക്കും. കഴിച്ചുകൊണ്ടിരിക്കുക. വെക്കേഷന് ശ്രീലങ്ക പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന 2 പേരാണ്. ഞാൻ അവരെ ശ്രീലങ്കയിൽ നിന്ന് മാറ്റി നമ്മുടെ കേരളത്തിലോട്ട് അവരുടെ ടൂർ ആക്കാൻ വേണ്ടി പോവാണ്. സോ നോ ശ്രീലങ്ക, കേരള നെക്സ്റ്റ് ട്രിപ്പ്. ഓക്കെ ഓക്കെ. മന്ത്രി റിയാസ് ഇതൊക്കെ കാണുന്നുണ്ടോ? എനിക്ക് വല്ല കമ്മീഷൻ തരണം കേട്ടോ. പിന്നീട് ഭക്ഷണം കഴിച്ചു, കിടന്നു. ബൈ.